ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേജസ്വിനി നിരഞ്ജന എഴുതിയിട്ടുള്ള ട്രാൻസ്ലേഷൻ, കൊളോണിയലിസം ആൻഡ് റൈസ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു എസ്സേ ആണ്. ഈ എസ്സേ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലി എന്ന് പറയുന്ന മാഗസിനിലെ 1990 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. This essay offers a critical examination of how translation served as a tool for colonial domination and profoundly shaped the cultural and educational landscape of India. ട്രാൻസ്ലേഷൻ എങ്ങനെയൊക്കെ ഇന്ത്യയെ ബാധിച്ചു, ഏത് തരത്തിലൊക്കെ ഇത് ഇന്ത്യയെ ബുദ്ധിമുട്ടിച്ചു ഓർ അതേപോലെ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കി, ഇതൊക്കെയാണ് പറയുന്നത്. സിമ്പിളായിട്ടൊരു കഥ പോലെ പറയുകയാണെങ്കിൽ, ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ വന്ന് അവർ കോളനൈസൊക്കെ ചെയ്ത് ഇന്ത്യക്കാരെ. അപ്പോഴത്തേക്ക് അവർ ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇവിടെ അവർ സ്പ്രെഡ് ചെയ്തു. അങ്ങനെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇവിടെ റൈസായി. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിന് മെയിൻ പ്രാതിനിധ്യമൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഡെവലപ്പായി. ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് കൊണ്ട് ഇംഗ്ലീഷിന് റൈസ് ഉണ്ടായി. അതേസമയം ഇവർക്കിത് കോളനൈസ് ചെയ്യാൻ ഈസിയായി. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇന്ത്യക്കാരെല്ലാം അടിച്ചമർത്തുമ്പോഴത്തേക്കും ഇവർക്ക് ആ ഒരു റീസൺ കൊണ്ട് ഇവിടെ ഇന്ത്യക്കാരെ കോളനൈസ് ചെയ്തിട്ട് അവരെ ഒരു ഇത് ഇവിടെ ഉണ്ടാക്കാൻ പറ്റി. ഇതാണ് ചുരുക്കത്തിൽ. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് പോവാം. Translation as a tool of colonial power. Niranjana argues that British translators often translated Indian texts selectively and interpret them according to colonial assumption. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിലുണ്ട കുറച്ച് ടെക്സ്റ്റൊക്കെ ഉണ്ടാവില്ല ഇന്ത്യക്കാരെ എഴുതിയിട്ടില്ല, അത് അവർ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത്. അപ്പോൾ ആ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഫേവറബിളായിട്ടുള്ള രീതിയിൽ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ആരാ വായിക്കുക, അവരെ കൺട്രിയിലുള്ള ആൾക്കാരും കൂടി ഓൾ ഓവർ ദ വേൾഡ് വായിക്കുമല്ലോ. അപ്പോൾ അവർക്ക് ഫേവറബിളായിട്ടുള്ള തരത്തിൽ അവരെ കുറച്ചും കൂടി പൊക്കി കാണിക്കുന്നത്, അവരെ കുറച്ചും കൂടി ഹൈ ആയിട്ട് കാണിക്കുന്ന തരത്തിൽ അവർ ഈ ബുക്സൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതെങ്ങനെ ഇന്ത്യൻ സൊസൈറ്റിനെ ഇമ്പാക്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ, ഈ ട്രാൻസ്ലേഷനിൽ ഇവർ കാണിക്കുന്നത്, ഷോക്കേസ് ചെയ്യുന്നത് ഓർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇന്ത്യൻസിനെ വീക്കായിട്ടാണ് പോർട്രേറ്റ് ചെയ്യുന്നത്. ഇന്ത്യക്കാർ ഇങ്ങനെയാണ്, വീക്കാണ്, അവർ ഭയങ്കര റിലീജിയസ് ആണ്, ഓവർ റിലീജിയസ് ആണ്, അവർ സബ്മിസീവാണ്, അങ്ങനെയൊക്കെ അവർ ഭയങ്കര ലോ ക്ലാസ് ആണ്, അവർക്ക് അങ്ങനെ അറിയില്ല, അവർ ഭയങ്കര കൾച്ചറൽ ഒബ്സസ്ഡ് ആണ്, അങ്ങനെയൊക്കെ ഭയങ്കര ഇന്ത്യക്കാരെ വില കുറച്ചിട്ട് അവരെ കുറച്ച് താഴ്ത്തി കെട്ടിയിട്ട് ഇവരെ ബ്രിട്ടീഷേഴ്സിന് ഹൈ ആക്കിയിട്ട് ഇവർ കുറച്ചും കൂടി നല്ല ഒരു സ്റ്റാൻഡേർഡ് പീപ്പിളാണ്, അങ്ങനെയൊക്കെ കാണിച്ചിട്ടാണ് ഇവരെ ട്രാൻസ്ലേഷൻ വർക്ക്സൊക്കെ ഉണ്ടാവുക. ഈ അപ്രോച്ച് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ ആസ് എ കീ മെക്കാനിസം ത്രൂ വിച്ച് കൊളോണിയൽ പവർ വാസ് എക്സസൈസ്ഡ് ആൻഡ് മെയിൻറ്റെയിൻഡ്. അവർ ഈ വർക്കിലൂടെ പറയുന്നത് ട്രാൻസ്ലേഷനിലൂടെയാണ് ഈ കൊളോണിയലിസമൊക്കെ ഇവർക്ക് ഫേവറബിൾ ആയത്. കൊളോണിയൽ പവർ അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റിയത് ഈ ട്രാൻസ്ലേഷൻ കൂടി ഉള്ളത് കൊണ്ടാണ്. ട്രാൻസ്ലേഷൻ മേക്ക് ഈസി ദെയർ വർക്ക്. അവരെ ആ ഒരു കൊളോണിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ട്രാൻസ്ലേഷൻ കുറച്ചും കൂടി എളുപ്പമാക്കി, പെട്ടെന്ന് ഇവരെ ഇതാക്കാൻ പറ്റി, കോളനൈസ് ചെയ്യാൻ പറ്റി ഇംഗ്ലീഷ് ത്രൂ ട്രാൻസ്ലേഷൻ. ഈ എസ്സേയിൽ പറയുന്ന തന്നെ ആ ഒരു കണക്ഷൻ, ഫണ്ടമെൻ്റൽ കണക്ഷൻ ബിറ്റ്വീൻ ട്രാൻസ്ലേഷൻ ആൻഡ് കൊളോണിയൽ പവർ, ഇതിൻ്റെ ആ ഒരു രണ്ടിൻ്റെയും കണക്ഷനാണ് നിരഞ്ജന എസ്സേയിൽ പറയുന്നുള്ളത്. അതേപോലെ she argues that translation was not merely a neutral act of linguistic transfer but a potential tool in the hands of the colonizers. അത് ജസ്റ്റ് ഒരു ലാംഗ്വേജിൽ നിന്ന് ഒരു ലാംഗ്വേജിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യുന്ന മാത്രമല്ല ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് കൊളനൈസറിൻ്റെ, ആരാണോ ഇതിനെ നിയന്ത്രിക്കുന്നത് അവരെ കയ്യിലുള്ള ഒരു പൊട്ടൻഷ്യൽ ടൂളാണ്. അവർ പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ. ട്രാൻസ്ലേഷനിൽ എന്താണോ ഉള്ളത് അതാണല്ലോ റീഡേഴ്സ് വിശ്വസിക്കുന്നത്. അപ്പോൾ ആരാണ് ഇത് എഴുതുന്നത്? ഇപ്പോൾ കോളനൈസേഴ്സ് ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യൻ ടെക്സ്റ്റ് ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഫേവറബിൾ ആയിട്ടില്ല, അവരെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള തരത്തിൽ ഇന്ത്യക്കാരെ അടിച്ചമർത്തിയിട്ടും ഇതാക്കിയിട്ടും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തരത്തിൽ കൊടുത്തിട്ട് അവരെ സൈഡ് കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ട് കാണിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. സോ ഇറ്റ്സ് എ പവർഫുൾ ടൂൾ. അതേപോലെ ട്രാൻസ്ലേഷൻ ആക്റ്റഡ് ലൈക്ക് എ ഫിൽറ്റർ ഓർ ലെൻസ്. ഇപ്പോൾ കൊളോണിയൽ ലെൻസ് പോലെ ഇറ്റ്സ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇന്ത്യൻ കൾച്ചർ. ഇപ്പോൾ ഇന്ത്യൻ കൾച്ചറിനെ
ഒരു മിസ്റ്റേക്കായിട്ട് ബാക്ക്വേർഡായിട്ട് പാസീവ് ആൻഡ് ഇൻകേപ്പബിളായിട്ട് കാണിക്കുന്നുണ്ട്. പ്രോഗ്രസ്സിനൊന്നും ഇൻകേപ്പബിൾ അല്ല, ഭയങ്കര പണ്ടത്തെ ചിന്താഗതിയാണ്, ബാക്ക്വേർഡാണ്. ഇതൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ആൾക്കാർ, റീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് തോന്നും കൊളോണിയൽ റൂൾ അവിടെ വേണം, അവരെ പ്രോഗ്രസ്സിനും അവരെ ഡെവലപ്മെൻറ്റിനൊക്കെ കൊളോണിയൽ റൂൾ അവിടെ അനിവാര്യമാണെന്ന് റീഡേഴ്സിന് തോന്നിക്കും. അതാണ് ഈ ഒരു ട്രാൻസ്ലേഷൻ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്ലേഷൻ സപ്പോർട്ട് ദ എംപയർ. ആരാണോ കോളനൈസ് ചെയ്യുന്ന ആൾക്കാർ, ആരാണ് എംപയേഴ്സ്, അവരെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് എപ്പോഴും ട്രാൻസ്ലേഷൻ ഉള്ളത് എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഈ ബ്രിട്ടീഷേഴ്സ് അവരാണല്ലോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ ടെക്സ്റ്റ് ടു ദെയർ ലാംഗ്വേജ്. അപ്പോൾ മേക്ക് ദ വെസ്റ്റേൺ കൾച്ചർ സെൻട്രലൈസ്ഡ്. അവരെ എയിം എന്താ, ആ ഒരു കൾച്ചർ പ്രൈമാണ്, നല്ലതാണ്, അങ്ങനെ കാണിക്കുന്നത്. സോ ഇറ്റ് ബിക്കേം യൂണിവേഴ്സൽ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ ഇന്ത്യൻ കൾച്ചറിനെ ഭയങ്കരത്തിൽ കുറച്ച് കാണുന്നതിലൂടെ അവർ പ്രൂവ് ചെയ്യുന്നത് എന്താ, വെസ്റ്റേൺ കൾച്ചറാണ് ബെറ്റർ, അതാണ് സെൻട്രലൈസ് ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ അങ്ങനെ ലോകം മൊത്തം യൂണിവേഴ്സലായിട്ട് ഒരു വെസ്റ്റേൺ കൾച്ചറിനെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് കൾച്ചറാണ് ബെറ്റർ, അതാണ് എല്ലായിടത്തും വേണ്ടത്. അങ്ങനെ അതേപോലെ ഐഡിയാസ് ഓഫ് ജാക്വസ് ഡെറിഡ, ട്രാൻസ്ലേഷൻ ക്രിയേറ്റഡ് ഹിഡൻ സിസ്റ്റം ഓഫ് മീനിങ്. അതാണല്ലോ ജാക്വസ് ഡെറിഡ പറയുന്നത്. അപ്പോൾ ദാറ്റ് നോർമലൈസ്ഡ് കൊളോണിയൽ പവറിനെ അത് നോർമലൈസ് ചെയ്യുന്നുണ്ട്. ഉള്ളിലുള്ള കുറേ ഹിഡൻ മീനിങ്സ് ഒക്കെ ഉണ്ടല്ലോ ട്രാൻസ്ലേഷനിൽ. അപ്പോൾ അത് ഇവരെ ഒരു ഓക്കെ, ഇവർക്ക് ചെയ്യാം, അങ്ങനെ ഒരു പെർമിഷൻ കൊടുക്കുന്ന പോലെയാണ് ആ ഒരു ജാക്വസ് ഡെറിഡയുടെ ഐഡിയാസൊക്കെ ഉള്ളത്. By presenting translated text as transparent representation of reality, colonial translators were able to naturalize their own cultural perspectives and present them as universal truth. ഈ ഒരു ട്രാൻസ്ലേഷന് പ്രസൻറ്റ് ചെയ്തെങ്ങനെ റെപ്രസെൻറ്റേഷൻ ഓഫ് റിയാലിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ അവരിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇവർക്ക് ഫേവറബിളാണ്. അപ്പോൾ കൊളോണിയൽ ട്രാൻസ്ലേറ്ററിന് എന്താക്കി, അവരെ കൾച്ചറൽ പേഴ്സ്പെക്റ്റീവ് എല്ലാം യൂണിവേഴ്സൽ ട്രൂത്തായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. ഇതിലൊക്കെ പറയുന്നത് ട്രാൻസ്ലേഷൻ യൂസ് ചെയ്തിട്ട് ബ്രിട്ടീഷേഴ്സ് അവർ എന്താക്കി, മേക്ക് ദ വെസ്റ്റേൺ കൾച്ചർ യൂണിവേഴ്സൽ, അവരെ കൾച്ചർ യൂണിവേഴ്സലായിട്ട് ആണെന്ന് പറഞ്ഞ് അവരെ കൾച്ചറിന് ഒരു ഹയർ പ്ലേസ് കൊടുത്തു. ഇനി കുറച്ച് റൈറ്റേഴ്സ് അവരെങ്ങനെയാണ് ഇന്ത്യൻ കൾച്ചറിനെ, സിവിലൈസേഷനൊക്കെ എങ്ങനെയാണ് പോർട്രേ ചെയ്യുന്നതെന്ന് നിരഞ്ജന പറയുന്നത് നോക്കാം. ഓക്കെ, സോ നിരഞ്ജന ആർഗ്യൂസ് ദാറ്റ് വില്യം ജോൺസ് പോർട്രേഡ് ഇന്ത്യൻസ് ആർ സബ്മിസീവ്, പാസീവ്, ഡീപ്ലി റിലീജിയസ്, ഡിപ്പെൻഡ് ഓൺ അതോറിറ്റി. ഇന്ത്യൻസ് എന്ന് പറയുന്നത് എന്താ, ഭയങ്കര സബ്മിസീവാണ്, അതേപോലെ ഡീപ്ലി റിലീജിയസ് ആണ്, അവർ റിലീജിയസിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. അതേപോലെ അതോറിറ്റി ഡിപ്പെൻഡാണ്, അവർക്ക് സ്വന്തമായിട്ടൊരില്ല, ആരാണ് അവരെ റൂൾ ചെയ്യുന്നത്, അവർക്ക് ഡിപ്പെൻഡബിളാണ് ഇന്ത്യൻ പീപ്പിൾസ്. ദിസ് ഷോസ് ദാറ്റ്. അപ്പോൾ ജോണിൻ്റെ ട്രാൻസ്ലേഷൻ എന്തിയാ, ഇന്ത്യക്കാരിങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ത്യക്കാർക്ക് എന്താ, ഇന്ത്യ നീഡ്സ് ബ്രിട്ടീഷേഴ്സ് റൂൾ, അവർക്ക് വേണം. ബിക്കോസ് ഇന്ത്യ നീഡഡ് കൊളോണൈസേഷൻ ടു സിവിലൈസ്ഡ്. ഇന്ത്യക്കാർക്ക് സിവിലൈസ്ഡ് ആവണമെങ്കിൽ ഈ കൊളോണൈസേഷൻ വേണം. നമ്മൾ ഭരിച്ചാലേ, നമ്മൾ അവരെ അടിച്ചമർത്തിയിട്ട് ഇങ്ങനെയുള്ള പറഞ്ഞ് റെഡിയാക്കിയാലേ, നമ്മളെ കൾച്ചറൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്താലേ, നമ്മൾ എഡ്യൂക്കേഷൻ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്താലേ അവർക്ക് സിവിലൈസ്ഡ് ആവാൻ പറ്റൂ. അതാണ് ജോൺസ് ഇന്ത്യൻ ടെക്സ്റ്റിനെ വേറെ അവരെ ഇംഗ്ലീഷ് ടെക്സ്റ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇവരെ ഹിന്ദുസിന് ഇങ്ങനെയൊക്കെ പോർട്രേ ചെയ്യുന്നുണ്ട്. അതേപോലെ ജെയിംസ് മില്ല് ഇൻ ഹിസ് ബുക്ക് ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ, അതിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ സിവിലൈസേഷനെ പോർട്രേറ്റ് ചെയ്യുന്നതാണ്. ഈ വർക്കിൽ കാണിച്ചിരിക്കുന്നത് ഹൗ ട്രാൻസ്ലേഷൻ വാസ് സെലക്റ്റീവ്ലി യൂസ് ടു പെയിൻറ്റ് ഇന്ത്യൻ നോളജ് സിസ്റ്റം ആസ് ബാക്ക്വേർഡ് ആൻഡ് ഇറാഷണൽ. ഇന്ത്യൻ നോളജ് സിസ്റ്റം എങ്ങനെയാണ്, ഭയങ്കര ബാക്ക്വേർഡാണ്, അവർ ഡെവലപ്ഡ് അല്ല, അതേപോലെ ഇറാഷണലാണ്. ഇതൊക്കെയാണ് ഇവരെ ജെയിംസ് മില്ലിൻ്റെ ബുക്കിൽ പറയുന്നുള്ളത്. അപ്പോൾ നോ പ്രോഗ്രസ് ആണ്, അവിടെ ഒരു പ്രോഗ്രസ് ഇല്ല, അവർക്ക് ഇത് വേണം. ഏത് കോളനൈസേഷൻ, അതുണ്ടെങ്കിലേ ഇവർക്ക് കുറച്ചും കൂടി ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അത് ഏത് മേഖലയിലാണെങ്കിലും ഇവർക്ക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ കോളനൈസേഷൻ വേണം, കൊളോണൈസ്ഡ് ആയിരിക്കണം, എന്നാലേ ഇവർക്ക് ഗ്രോത്ത് ഉണ്ടാവും എന്നാണ് മൊത്തത്തിൽ ഇവരെല്ലാവരും കൂടി പറയുന്നത്. അതേപോലെ നിരഞ്ജന വേറൊരു റൈറ്റർ ചാൾസ് ഗ്രാൻഡിൻ്റെ വ്യൂസൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വുഡ് ഫ്രീ ദ മൈൻഡ്സ് ഓഫ് ഇന്ത്യൻസ് ഫ്രം ദ ടൈറണി ഓഫ് ദിയർ
freeze and allow them to develop individual consciences. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അവർക്ക് എന്തായാലും വേണം, എന്നാലേ അവർ കുറച്ചും കൂടി ഡെവലപ്പ് ആവും, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. സോ ചാൾസ് ഗ്രാൻഡ് എക്സ്പ്ലെയിൻസ് ദ നീഡ്സ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. അതേപോലെ അയാൾ പറയുന്നുള്ളത് ഇന്ത്യൻസ് വർ സങ്ക് ഇൻ മിസറി ഡ്യൂ ടു ദെയർ റിലീജൻ. അപ്പോൾ അവരെ ഭയങ്കരമായിട്ടുള്ള റിലീജൻ ആരാധന കൊണ്ട് അവർ ഭയങ്കര മിസറിയിലോട്ട് മുങ്ങിത്താണോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രമേ അവർക്ക് അതിൽ നിന്നൊക്കെ മോചനം കിട്ടൂ. അപ്പോൾ ജസ്റ്റിഫൈ ഇംഗ്ലീഷ് കൊളോണിയൽ റൂളിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മാത്രമേ ഉള്ളൂ ഇവർക്ക് കുറച്ചും കൂടി ഫ്രീ ആവാനുള്ള സൊല്യൂഷൻ. സോ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വാസ് നെസസറി ഫോർ മോറൽ ആൻഡ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ഫോർ ദം. അപ്പോൾ ഇതാണ് ഇതിനുള്ള സൊല്യൂഷൻ. ഇവർക്ക് കുറച്ചും കൂടി മൈൻഡ് ഫ്രീ ആവാനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓൺലി ദ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വുഡ് ഫ്രീ ദെയർ മൈൻഡ്സ്. അതേപോലെ ഈ എസ്സേ ഡിസ്കസ് ചെയ്യുന്ന വേറൊരു റൈറ്ററാണ് തോമസ് മെക്കാലെ ഇൻ ഹിസ് വർക്ക് മിനിറ്റ്സ് ഓൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ. ഇതിൽ പറയുന്നത് വെച്ചാൽ അയാളുടെ ഗോൾ എന്ന് വെച്ചാൽ ഹിസ് ഗോൾ വാസ് ക്രിയേറ്റ് എ ക്ലാസ് ഓഫ് പേഴ്സൺ ഇന്ത്യൻ ഇൻ ബ്ലഡ് ആൻഡ് കളർ ബട്ട് ഇംഗ്ലീഷ് ഇൻ ടേസ്റ്റ്, ഒപ്പീനിയൻസ് ആൻഡ് മോറൽസ് ആൻഡ് ഇൻ്റലക്റ്റ്. അപ്പോൾ അയാൾക്ക് വേണ്ട ടൈപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ബ്ലഡ് കൊണ്ടും കളർ കൊണ്ടും ഇന്ത്യൻസ് ആയിരിക്കണം, പക്ഷേ ടേസ്റ്റ് കൊണ്ടും ഒപ്പീനിയൻസും ഈ ഇൻ്റലക്ച്വലെല്ലാം കൊണ്ട് ഇംഗ്ലീഷുകാരായിരിക്കണം. ദാറ്റ് മീൻസ് ബിറ്റ്വീൻ ദം, രണ്ടിൻ്റെ ഇടയിലുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെ വെച്ചാൽ മേക്ക് ഇന്ത്യൻ പീപ്പിൾ വോ ബിക്കം ദ ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ കൊളനൈസർ ആൻഡ് കൊളനൈസ്ഡ് പീപ്പിൾ. അപ്പോൾ അവർക്കും ഇവർക്കും ഇടയിലുള്ള ആൾക്കാർ, ഇന്ത്യക്കാർക്കും ബ്രിട്ടീഷേഴ്സിനും ഇടയിലുള്ള ആൾക്കാർ. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ സെർവ് ചെയ്യുന്നത് അവർക്ക് ഇംഗ്ലീഷുകാർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം, പക്ഷെ അവരെവിടെ നിന്നുള്ളത് ഇന്ത്യക്കാരായിരിക്കണം, കളർ കൊണ്ടും ബ്ലഡ് കൊണ്ടും ഇന്ത്യക്കാരായിരിക്കണം. അപ്പോൾ അതാണ് ഇവരെ എയിം, റീഷേപ്പിംഗ് ദ ഇന്ത്യൻ സൊസൈറ്റി ലൈക്ക് ദിസ്. ഇതൊക്കെയാണ് ഈ എസ്സേയിലുള്ളത്. എങ്ങനെയാണ് ആ ട്രാൻസ്ലേഷൻ ഇന്ത്യക്കാരെ എഫക്റ്റ് ചെയ്തു, എങ്ങനെയാണ് ഇവർക്ക് ഇത് ബെനഫിറ്റ് ഉണ്ടാക്കി, അതേപോലെ ബ്രിട്ടീഷുകാർ ഇതിനെ എങ്ങനെയാണ് മിസ്യൂസ് ചെയ്ത് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഏതൊക്കെ തരത്തിലാണ് അവരത് മാറ്റിയെടുത്തത്, ഇതൊക്കെയാണ് ഇതിലുള്ളത്. ദാറ്റ്സ് ഇറ്റ്. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.